അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടും വഫാത്ത് കൊണ്ടും അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. രണ്ടാം വസന്തം ഔലിയാക്കളുടെ മാസമായ റബീഉൽ ആഖിർ നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാത്തവരാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ റിള മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഖദർ ഖലാ കൊണ്ട് മാത്രമാണെന്ന് ദൃഢമായി വിശ്വസിച്ചവർ. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും ദുഃഖവും ഭയവുമെല്ലാം മാറി നിൽക്കും. നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ എങ്ങനെ ജീവിക്കും, നാളെയുടെ എൻ്റെ ജീവിതോപാധി എന്താണ്, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കും, എൻ്റെ വീടിൻ്റെ പണി എങ്ങനെ നടക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് ആകുലപ്പെടുകയോ ഇന്നലെ ഞാൻ അത് ചെയ്തത് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അതിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം പാഴാക്കുകയോ ചെയ്യുന്ന ഒരു ശൈലി അത് ഒരു മുഅ്മിനിനും യോജിച്ചതല്ല. അതാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ഭയവും ദുഃഖവും അവരെ തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഷെയ്ഖ് അവറുകളെ, നിങ്ങളുടെ കച്ചവട സംഘം ഒരു കപ്പലൊന്നായി കടലിൽ മുങ്ങിപ്പോയി, വലിയ ലാഭമുണ്ടായിരുന്ന ഒരു സംഘമായിരുന്നു. ഷെയ്ഖ് പറഞ്ഞു, അൽഹംദുലില്ലാ. ക്ലാസ് പുരോഗമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ആൾ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, പേടിക്കേണ്ടതില്ല, അത് നമ്മുടെ കച്ചവട സംഘമല്ല, അത് വേറെ കപ്പലായിരുന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഷെയ്ഖ് പറഞ്ഞു, അൽഹംദുലില്ലാ. ക്ലാസ് കഴിഞ്ഞു. കുട്ടികൾ ചോദിച്ചു, മഹാനവറുകളെ, എന്താണ് രണ്ടിനും അൽഹംദുലില്ലാ എന്നായിരുന്നല്ലോ മറുപടി? അവിടുന്ന് പറഞ്ഞു, നഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എൻ്റെ മനസ്സിന് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടോ, സന്തോഷമുണ്ടോ, ദുഃഖമുണ്ടോ? ഒന്നുമില്ല. എൻ്റെ മനസ്സ് നേരത്തേതുപോലെ തന്നെയാണ്. അതിനാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ലാഭമുണ്ട്, കച്ചവട സംഘം മുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിലേക്ക് നോക്കി. അത് കേട്ടപ്പോൾ എനിക്ക് വല്ല സന്തോഷവുമുണ്ടോ? ഇല്ല, ഒരു മാറ്റവുമില്ല. അൽഹംദുലില്ലാ. ദുനിയാവ് എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. ദുനിയാവിലെ ലാഭവും നഷ്ടവും എൻ്റെ മനസ്സിന് വല്ലാതെ ആകുലപ്പെടുകയോ സന്തോഷപ്പെടുകയോ ചെയ്യുന്നില്ലല്ലോ. അള്ളാഹുവിന് സ്തുതി. അതുതന്നെയാണ് എൻ്റെ പ്രതീക്ഷയും. ആഖിറത്തിലേക്ക് മാത്രമാണ് ചിന്ത. ദുനിയാവ് എന്ന് പറയുന്നത് വെറും ഒരു ചത്ത ശരീരം പോലെയാണ്, ഡെഡ് ബോഡി പോലെയാണ്. അതിൻ്റെ പിന്നാലെ നടക്കുന്നവന് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഈച്ചയുടെ തലയുടെ അത്ര പോലും വിലയില്ല.